ചില ഭാഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ കസാൽമ കുത്തിയിരുന്ന പൊലന്റെ മേൽക്കൊരു മുഴുവൻ ചെതലടിച്ചിരിക്കുക. അതിനിപ്പോ എന്താ ഇങ്ങനെ പോയി നമുക്കൂടെ ചിരിക്കാൻ പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തായാലും കുഴപ്പം നീ കണ്ടത് ഇപ്പോ ഇങ്ങനെ തേങ്ങ വെച്ചാൽ പണിയൊക്കെ ചെയ്യാൻ എന്നോട് പറഞ്ഞത്. ചെയ്യാമല്ലോ, നീ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല. നീ നമ്മുടെ ചിരിക്കണല്ലേ എലികളെ ചിരിക്കണം. അതെ, ഇച്ചാത്ത പറഞ്ഞത് ശരിയാ. നിങ്ങൾ എങ്ങനെ ഇതിനിടയിൽ ഇവിടെ ജീവിച്ചു പോരുന്നത്? നമുക്കോ എന്റെ പൊന്ന് തമ്പുരാനെ, മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി എലികളെ നശിപ്പിക്കണം. മറ്റൊന്നിനെ നശിപ്പിക്കണം. മനുഷ്യൻ ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തിനാ കൊറേ കായ വേണം? എന്തിനാ കായ്? ഞാനും കൂട്ടുകാരും കൂടി ബസാറിൽ പോകുന്നുണ്ട്. വരുന്ന വഴിക്ക് കുറച്ച് എലിവിഷം വാങ്ങാനോ. എന്റെ ഇപ്പൊ കായൊന്നുമില്ല. നമ്മളെ എല്ലാ ദിവസവും തേങ്ങ വെക്കുന്ന ആളോട് പക്ഷെ കുറച്ചധികം കടം വാങ്ങും. എലികളെ തമ്പുരാനെ, ഞങ്ങൾ ക്ഷമിക്കണം. ഞങ്ങൾ ഇപ്പൊ എലികളെ കൊല്ലാൻ പോക്കാം. ഞങ്ങൾക്ക് മാപ്പ് തരണം. കടയിൽ കേറിയായിരുന്നു. ഒറ്റ കടയിൽ എലിവിഷമില്ല. കടകൾക്കൊന്നും ഇപ്പൊ എലിവിഷം വെക്കാൻ അധികാരമില്ല. അത്ര മനുഷ്യന്മാർ അത് കഴിച്ച് മരിക്കുന്നത്ര. നിങ്ങൾക്കറിയോ, ഇതിനായി ഞങ്ങൾ കേറിയിറങ്ങാത്ത പീടികളില്ല. പോരാത്തന്നെ പോയടത്തൊക്കെ ഞങ്ങളെ കളിയാക്കുകയും ചെയ്തു. മരം മണ്ടൂക്ക് ഗവൺമെന്റ് മനുഷ്യൻ ചാവാറ് എന്തെല്ലാം വഴിയുണ്ട്. പിന്നെ ഇത് നോക്ക്, ഇവളെ മാപ്പിള ഓഫീസിലുണ്ടായിരുന്നു. ഒരു തമിഴായത് എങ്കിൽ കൊല നടത്തിക്കോ. എനിക്കരക്കത്തിലൊരു തുള്ളി പങ്കില്ല. എവിടെയാ പോകാൻ? കരിക്കത്തില്ല അന്നടക്കം കത്തിടിയ ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടാ. ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടാ. എല്ലായിടത്തിനും വെടിവെച്ച് കളയണം. ശരിയാ. നാം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങൾക്കും അതിന് അവകാശമുണ്ട്. മനുഷ്യന്റെ അഹങ്കാരവും ആഡംബരങ്ങളും ആണ് ഇന്നവൻ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ഇന്നവൻ വായും മുഖവും മൂടിക്കെട്ടി വീട്ടിൽ തന്നെയായി. ലോകമേ തറവാട്, തനിക്ക് പുൽകളും ചെടികളും പുഴുക്കളും കൂടുതൽ കുടുംബക്കാർ. ഇങ്ങനെയാവട്ടെ ഇനി നമ്മുടെ ജീവിതം. ശുഭം. നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളായ ഓരോരുത്തരെയും പരിചയപ്പെട്ടാലോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. അതിലെ പാത്തുമ്മയെയും കൂട്ടുകാരിയായ സുബൈദയെയും നമുക്കൊന്ന് കണ്ടാലോ? അടുത്തതായി ബാല്യകാല സഖി എന്ന നോവലിലെ കഥാപാത്രങ്ങളായ മജീദിനെയും സുഹൈറയെയും നമുക്ക് പരിചയപ്പെട്ടാലോ? എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ കഥാപാത്രമായ കുഞ്ഞു പാത്തുമ്മയെയും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നന്ദി, നമസ്കാരം.